വിഷുവിനെ വിളിച്ചറിയിച്ചുകൊണ്ട് പൂക്കുന്ന കണിക്കൊന്നകൾ. ശരിക്കും പറഞ്ഞാൽ ഈ കണിക്കൊന്ന കാണുമ്പോൾ മനസ്സിന് വല്ലാതൊരു ആഹ്ലാദമാണ്. എൻ്റെ ചെറുപ്പകാലമാണ് എനിക്ക് അപ്പോഴേക്ക് ഓർമ്മ വരുന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ആ സ്കൂളിൻ്റെ ഉമ്മറത്തൊരു കണിക്കൊന്ന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റു പൂക്കളും. നല്ല ചുവപ്പും അതുപോലെ തന്നെ വയലറ്റ് കളറിലുമുള്ള പലതരം പൂക്കൾ പൂക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെ പച്ചക്കറികൾ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കായ്ച്ച് വിളഞ്ഞൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഇത് ധാരാളമായിട്ട് പലതരം പച്ചക്കറികൾ ഇങ്ങനെ മാങ്ങയായാലും ചക്കയായാലും ഒക്കെ ഇങ്ങനെ കായ്ച്ച് പൂത്തുലഞ്ഞൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പൂക്കള കഴിഞ്ഞാൽ വിഷു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കൂടുതലായിട്ട് കഴിച്ചിട്ടുള്ള ഏത്തപ്പഴ പായസമാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഞാൻ പോവുകയാണ്. വിഷുവിന് സലു കിച്ചനും നെസ്ലയും ചേർന്നൊരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഈ പങ്കെടുക്കുന്നവരിൽ നിന്ന് അവരെ 3 പേരെയാണ് വിന്നേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആ 3 പേർക്ക് നെസ്ലെ ഒരു അടിപൊളി സമ്മാനമാണ് നൽകുന്നത്. നിങ്ങൾ എല്ലാവരും മറക്കാതെ ഈ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാഗോ ബനാന റൈസ് ബോൾ പായസം. നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചവരിയും റൈസ് ബോളും ഒക്കെ ഇട്ട ഒരു ഏത്തപ്പഴ പായസം. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് സാധനങ്ങളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളം ഈ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വറുത്ത അരിമാവുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും മതിയാവും. ദേ കണ്ടോ, കറക്റ്റ് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ എടുക്കണം. ഇത്രയും മാവിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഇനി ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. അപ്പോൾ ഇതിവിടെ തണുക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാനിൽ എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ തിളയ്ക്കുന്ന നേരം നമുക്ക് ആ സമയം കൊണ്ട് ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ചവ്വരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ മാത്രമേ ചവ്വരി ഇട്ട് കൊടുക്കാവൂ കേട്ടോ. ചവ്വരി ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം എപ്പോഴും ചവ്വരിയേക്കാളും കൂടുതൽ വെള്ളം വേണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് പരുവത്തിന് നമുക്കിത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഈ കോൺടെസ്റ്റിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടോ അതല്ലെങ്കിൽ നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് കൊണ്ടോ
വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കി അതിൻ്റെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയും ഫൈനൽ ഫോട്ടോയും എടുത്ത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെയിൽ അഡ്രസ്സും വാട്സപ്പ് നമ്പറും കൊടുത്തിരിക്കാം. അതിലേക്ക് സെൻഡ് ചെയ്ത് തന്നാൽ അതിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈസിയാണ് കേട്ടോ. ഇത് ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി, ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി നിങ്ങൾക്ക് മൈക്രോവേവ് ഓവൻ സ്വന്തമാക്കാം. അപ്പം ആരും അടിച്ചു നിൽക്കണ്ട, എല്ലാവരും ഇപ്പോൾ തന്നെ തയ്യാറായിക്കോളൂ നെസ്ലയുടെ ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ കാഷ്യൂ 2 ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ചൗരി അവിടെ വെന്ത് വരുന്നുണ്ട്. നമ്മുടെ മാവ് ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കണം. ഉരുട്ടുന്നതിന് മുൻപ് ജസ്റ്റ് ഇതുപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചേക്കണം കേട്ടോ. കുറേശ്ശെ മാവെടുത്ത് ഇതുപോലെ ഈ ഒരു നമ്മൾ ഏത്തപ്പഴം കട്ട് ചെയ്ത ആ ഒരു സൈസില്ലേ അതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ദേ ഈ ഒരു സൈസിന് ഉണ്ടോ. ഞാനിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം. അപ്പം ഞാൻ ഇതേ അരിമാവെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ ചവ്വരി ഇതേ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പാൻ ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വാം വാട്ടറാണ്. അതായത് ഇളം ചൂടുവെള്ളത്തിലാണ് നമ്മൾ ഈ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്, അതായത് തിൻ മിൽക്കാണ് നമ്മൾക്ക് വേണ്ടതെങ്കിൽ ഒരു കപ്പ് എന്ന് പറയുന്നത് 150 ml ആണ് മാഗി സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കലക്കുമ്പോൾ നമുക്ക് തിൻ മിൽക്ക് കിട്ടും. ഇനി നമുക്ക് തിക്ക് മിൽക്കാണ് വേണ്ടതെങ്കിൽ 1 കപ്പിന് 3 ടേബിൾ സ്പൂൺ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കലക്കുമ്പോൾ നമുക്ക് തിക്ക് മിൽക്ക് കിട്ടും. ഇതിപ്പോൾ 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഫുൾ പാക്കറ്റ് എടുക്കുന്നുണ്ട്. ഞാനിപ്പം 5 കപ്പ് വെള്ളം, അതായത് 150 ml 5 കപ്പ് വെള്ളമാണ് ഞാൻ ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഈ 100 ഗ്രാം പാക്കറ്റ് പൊട്ടിച്ചിട്ട് കലക്കുവാണ് കേട്ടോ. ഈ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ തേങ്ങ അരച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു തേങ്ങാപ്പാലിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ എൻ്റെ മിക്ക റെസിപ്പിയിലും കണ്ടിട്ടുണ്ടാവും ഞാൻ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ആ ഒരു നമ്മളിത് കലക്കിയെടുക്കുമ്പോൾ തന്നെ ആ ഒരു നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത തേങ്ങയുടെ അതേ മണവും അതേ ഒരു കൊഴുപ്പും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ ആ തേങ്ങ പിഴിഞ്ഞെടുക്കുന്ന ആ ഒരു മണം ശരിക്കും അത് നല്ല ഒരു ഇതൊക്കെ കണ്ടോ, നല്ല ഒരു കൊഴുപ്പും ആ ഒരു മണവും ഒക്കെ അടങ്ങിയതാണ് ഈ ഒരു കോക്കനട്ട് മിൽക്ക് കേട്ടോ. ഇതേ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ഉരുളി ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കണേ. ഞാൻ ഇത് മാറ്റിയിട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കും കേട്ടോ. കിസ്മിസ് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇത്രയും മതി. അപ്പോൾ ഇതേ നെയ്യിൽ തന്നെയാണ് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ അതേ നമ്മളുടെ ഏത്തപ്പഴം ഇത്രയും വെന്താൽ മതിയാവും കേട്ടോ. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മാഗി കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന റൈസ് ബോൾസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾക്ക് വീട്ടിൽ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പായസമാണ് കേട്ടോ. ഇത് കണ്ടോ, കറക്റ്റ് പരുവാണ്. ഇതാണ് നമ്മളുടെ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ മാജിക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് ഗൾഫിലും അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ ഉള്ളവർക്ക് തേങ്ങ എടുക്കുന്നതിൽ നിന്നും എന്തുകൊണ്ടും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചാൽ കേട്ടോ. ഇപ്പം നമുക്കിനി ഈ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത്രയുള്ള സംഭവം ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിള വരുമ്പോഴേക്ക് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഇതിൻ്റെ മീതെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അതേ തിള വന്നിട്ടുണ്ട്. ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ കിസ്മിസും കാഷ്നട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കണം. നല്ല ഭംഗിയുള്ള നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ ഇത്. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്കിങ്ങിലേക്കൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് ഒരു പായസം തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അടിപൊളി പായസമൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇനി ഇതിപ്പോൾ സെർവ് ചെയ്യാൻ പോവാണേ. അപ്പം ഞാൻ കുറച്ച് കാഷ്നട്ടും കിസ്മിസും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഗാർണിഷ് ചെയ്യുമ്പം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അത് ഇതുപോലെ വെച്ചിട്ടാണ് ഞാൻ ഗാർണിഷ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കണം. അപ്പം ആരാണ് ഇതിൽ ഭാഗ്യശാലികൾ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അത് നിങ്ങൾ ഉടൻ തന്നെ കരസ്ഥമാക്കാൻ നോക്കുക. അപ്പം നമ്മളുടെ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടുള്ള ഈസി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ പങ്കെടുക്കാത്തവരൊക്കെ ഇനി ഈ ഒരു കോണ്ടസ്റ്റിൽ പങ്കെടുക്കാൻ നോക്കുക. അടുത്തിനി നമുക്ക് നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.